ഹല സോയാബീൻ വെക്കട്ടെ. നമുക്ക് സോയാബീൻ ഉണ്ട്. പിന്നെ ആകെപ്പാടെ ഈ ഹോസ്റ്റലിലുള്ള ഒരു തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. സോയാബീൻ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ പുലർത്തി വെച്ചതാണ്. 1 മണിക്കൂറായി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചോറിന് കറി ഉണ്ടാക്കാൻ നോക്കാം. ചീനച്ചട്ടി വെക്കാം. ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളടുത്ത് കടുകൊക്കെ ഉണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കാൻ പറ്റും. ഇത് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് തക്കാളി, ഉപ്പിട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം. നമ്മൾ എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കിട്ടും. സോയാബീൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള എല്ലാ മസാലകളും ഇട്ട് സോയാബീനെയാണ്. കുറച്ച് കല്ലിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ കുറച്ചധികം മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഗൈസ്, ഞാൻ കിച്ചണിലെ ഈ സംഭവം നോക്കിയപ്പോൾ ഇവിടെ കോഴിമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഇതിലൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതെന്താവോ എനിക്കറിയില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഏകദേശം 1.5-2 മണിക്കൂറായിട്ടോ ഇതിമ തന്നെ. സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കി ഞാൻ ഓടട്ടെ. ആകെ കൂട്ടാനും ഞാനുണ്ടാക്കിയ കൂട്ടാനും പിന്നെ അച്ചാറും, അതും വടിച്ചെടുക്കുന്ന അച്ചാർ. പുറത്തൊന്നും വരുത്തരുത്. ഇല്ല, കുറച്ച് ഉപ്പുണ്ട്, പക്ഷെ എനിക്ക് സ്റ്റോപ്പ്. അൽഹംദുലില്ലാ.